തിരുനാമത്തിൽ എല്ലാ വിശ്വാസി സമൂഹത്തിനും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിൽ നമ്മൾ അധ്യയനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇത് നമ്മുടെ വലിയൊരു നോയമ്പിൻ്റെ 4ാമത്തെ ഘട്ടത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 തൊട്ട് 27 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇന്ന് നമ്മുടെ 4ാമത്തെ ദിവസം, നമ്മുടെ പവിത്രമായ നോയമ്പിൻ്റെ 4ാം ദിവസം നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 തൊട്ട് 27 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അകത്ത് പറയുന്ന ഈ പ്രകാരമാണ്, അതായത് വീതി കുറഞ്ഞ വാതിൽ, വീതി കൂടിയ വാതിൽ, ഇതാ 1. 2, എങ്ങനെ മരം ഉണ്ടെന്ന്, ഏത് മരമാണ് അതിൻ്റെ ഫലം, അതുവഴി ആ ഫലം കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 നമുക്ക് പറയുന്നത്, അതിൻ്റെ അകത്ത് വിഷയമുള്ളത്, അതായത് ബുദ്ധിമാനായിട്ടുള്ളവൻ അവൻ പർവ്വതത്തിൻ്റെ മണ്ടയിലും അല്ലെങ്കിൽ ഉറച്ച കല്ലിൻ്റെ മേൽ അവൻ വീട് കഴിക്കും. അതേസമയം ബുദ്ധിഹീനനായിട്ടുള്ളവൻ അവൻ മണലിൻ്റെ മണ്ടയിൽ അവൻ്റെ വീട് വയ്ക്കും. ഈ 3 അടിസ്ഥാനത്തിലെ വെച്ചുകൊണ്ടാണ്, ഈ 3 വിഷയത്തെ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ മൊത്തം വചനം നമ്മുടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് യേശുക്രിസ്തുവിൻ്റെ പർവ്വതത്തിൻ്റെ ഉപദേശത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് യേശുക്രിസ്തു പ്രവേശിച്ചിരിക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന 2 കാര്യമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഒന്ന് സത്യം, ഒന്ന് കള്ളപ്രവാചകൻ്റെയും കാര്യത്തെ പറ്റിയാണ് വരുന്നത്. കള്ളപ്രവാചകൻ അവിടെ പറയുന്നത്, ദൈവമേ ദൈവമേ, യേശുവേ യേശു എന്ന് വിളിച്ചുകൊണ്ട്, ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട്, അദ്ദേഹം യേശുവിൻ്റെ ആ ഓർഡറിനെ അല്ലെങ്കിൽ അദ്ദേഹം തന്നിരിക്കുന്ന വചനത്തിനെ മാനിക്കാതെ, അദ്ദേഹം ആത്മീയ പർവ്വതത്തിൻ്റെ മണ്ടയിൽ അദ്ദേഹം വീട് വയ്ക്കാതെ, അദ്ദേഹം വിശ്വാസത്തില്ലാതെ അവൻ ജീവിക്കുന്ന ഒരു അവസരമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 തൊട്ട് 14 വരെ നമുക്ക് പഠിച്ചു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് വീതി കുറഞ്ഞ വാതിലിലേക്ക് പ്രവേശിപ്പീൻ എന്നാണ് പറയുന്നത്. വീതി കുറഞ്ഞ വാതിലിലേക്ക് പ്രവേശിപ്പീൻ. വീതി കുറഞ്ഞ വാതിലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതേ നേരെ മറിച്ച് വീതി കൂടിയ വാതിലിലേക്ക് പ്രവേശിക്കുന്നു പറയുന്ന വിനാശത്തിലേക്കും നശിപ്പിലേക്കും മുടിപ്പിലേക്കും പോകുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനത്തെ കാര്യമാണ് ഇന്ന് നമ്മളവിടെ വായിക്കാനായിട്ട് പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീതി കൂടിയ വാതിലിലേക്ക് ഒത്തിരി പേര് പോകുന്നുണ്ട്. വീതി കുറഞ്ഞ വാതിലിലേക്ക് വളരെ കുറഞ്ഞ ആൾക്കാരെ പോകാൻ പറ്റത്തുള്ളൂ. എന്താ വെച്ചാൽ ആ വീതി കൂടിയ വാതിൽ പോകണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം, യഹോവയുടെ വചനപ്രകാരം നമുക്ക് ജീവിക്കേണ്ടതായിട്ട്, നമ്മളെ ക്രമപ്പെടുത്തി ജീവിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതേസമയം വീതി കൂടിയ വാതിലിൽ വളരെ ഈസിയാണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അവരവരുടെ ഈ ലൗകിക ജീവിതത്തിൽ ഉള്ള ആഗ്രഹങ്ങളെല്ലാം നിറവേറി നമ്മൾ അതിന് അനുസരിച്ച് ജീവിച്ച്, നമ്മൾ ദൈവവചനത്തെ വിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചുമ്പോൾ പോകുന്നവരാണ് വീതി കൂടിയ വാതിലിൽ കൂടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീതി കുറഞ്ഞ വാതിൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? നമ്മൾ ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കണം, നമ്മൾ അനുശാസനത്തിൽ ജീവിക്കുന്നവരായിരിക്കണം, നമ്മൾ ത്യാഗം സഹിക്കുന്നവരായിരിക്കണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലെ ത്യാഗം സഹിക്കുന്നവരായിരിക്കണം. അതോടൊപ്പം തന്നെ ഒബീഡിയൻ്റ് ആയിരിക്കണം. ഒബീഡിയൻ്റ് ആയിരിക്കുന്നവർ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഒബീഡിയൻ്റ് ആയിട്ട് ജീവിക്കുന്നവരായിരിക്കണം. അദ്ദേഹത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. അതോടൊപ്പം തന്നെ സത്യത്തിൻ്റെ മാർഗമായിരിക്കണം. അത് ഈ വീതി കുറഞ്ഞ മാർഗത്തിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ മാർഗത്തിൽ കൂടെ പോകുന്നവർ മാത്രമേ വീതി കുറഞ്ഞ മാർഗത്തിൽ കൂടെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. നേരെ മറിച്ച് നമ്മൾ വീതി കൂടിയ മാർഗത്തിൽ കൂടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എല്ലാ രീതിയിലുള്ള വിളച്ചിലുകളും, എല്ലാ ഡിസോണസ്റ്റിയും, അതുപോലൊപ്പം തന്നെ കൂടുതൽ പണം സമ്പാദിക്കുന്ന ഒരു വ്യവസ്ഥയും, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ നമ്മുടെ ആത്മീയത വിട്ട് ജീവിക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ നമ്മളെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നില്ല. അപ്പം ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്കും നമ്മളെല്ലാവരും വീതി കുറഞ്ഞ മാർഗ്ഗനെ തിരഞ്ഞെടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഉദാഹരണമായിട്ട് നമുക്ക് സത്യം പറയാമെന്ന് പറയുന്നത് ഇച്ചിരി കഠിനമാണ്.
അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വീതി കുറഞ്ഞ മാർഗങ്ങൾ. അതേസമയം ഡിസോണസ്റ്റി കൂടെ ലാഭം ഉണ്ടാക്കുന്നവർക്ക് വീതി കൂടിയ മാർഗങ്ങളാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള മാർഗത്തിൽ കൂടെ നമ്മൾ പോകാതെ നമ്മളെ വീതി കുറഞ്ഞ മാർഗത്തിലേക്ക് നമ്മൾ നയിക്കാനായിട്ട് നമ്മളെ ക്രമപ്പെടുത്തുകയും ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് അതിൽ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം നമ്മൾ 7-ാം അധ്യായം 15-20 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് എന്താ? കള്ളപ്രവാചകനും അതിൻ്റെ ഫലങ്ങളും നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കണമെന്നാണ് അവിടെ വർണ്ണനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫലങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഫലങ്ങൾ കൂടി നമ്മളെ ഒരാൾ അറിയപ്പെടുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഗലാത്യയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ 9 ഫലങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ഈ 9 ഫലങ്ങൾ നമുക്ക് നമ്മുടെ ആത്മാവിൽ ഉണ്ടാകുമ്പോൾ അത് പ്രദർശിക്കപ്പെടും. അങ്ങനെ പ്രദർശിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പറയുന്ന യഹോവയിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ നമ്മുടെ ഫലങ്ങൾ ഇല്ലാതെ നമ്മൾ മോശമായ ഫലമാണ് നമ്മുടെ ആത്മാവിൽ ഫലം വർദ്ധിപ്പിക്കുന്നെങ്കിൽ, നമ്മൾ മോശമായ രീതിയിലുള്ള ജീവിതമാണെങ്കിൽ, വചനപ്രകാരമല്ല ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ഫലങ്ങളും അതേ രീതിയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ആ ഫലം കണ്ടിട്ട് മനുഷ്യന് മനസ്സിലാക്കി ഇവൻ ഉണ്ടല്ലോ, ഇവന് വീതി കൂടിയ മാർഗത്തിലേക്കൂടെ പോകുന്നവനാണെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബാഹ്യമായ രീതിയിൽ നമ്മളെ അറിയപ്പെടുന്നവനായി തീരാതെ നമ്മൾ ആന്തരികമായ ജീവിതത്തിൽ ശുദ്ധീകരണപ്പെടണം. അതിന് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സ്നേഹം, നമ്മുടെ താഴ്മ, ഇതെല്ലാം നമ്മുടെ സത്യാവസ്ഥയെ നമ്മളെ കാണിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ സത്യാവസ്ഥയെ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ പറയപ്പെടുന്നു, എങ്ങനെ നമ്മുടെ വൃക്ഷം കാണുന്നു അതേ രീതിയിലുള്ള ഫലങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ വൃക്ഷം ഉത്തമ വൃക്ഷമായി മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മേൽപ്പറഞ്ഞ ഫലങ്ങളെല്ലാം നമ്മുടെ വൃക്ഷത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫലത്തിൽ ഈ പറയുന്ന ഗുണങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിത് മനസ്സിലാക്കുന്നത്, നമ്മൾ സ്നേഹത്തിൻ്റെ അറിവ് നമ്മൾ പകരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർ വെറുക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാകത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്നേഹിക്കുകയും ശിക്ഷ നമ്മൾ കൊടുക്കുകയും മറ്റുള്ളവരെ വെറുക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഫലം മോശമായ ഫലമായി തീരും. നമുക്ക് ദൈവത്തിന് അനുയോജ്യമായ ഫലമല്ല തീരുന്നത്. അതേസമയം യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ അവൻ ദയയുടെയും ക്ഷമയുടെയും ഫലമാണ് അവനുണ്ടാകുന്നത്. അങ്ങനെയുള്ളവരുടെ ഫലം നല്ല ഫലമായി തീരുന്നു. അവൻ മറ്റുള്ളവർക്ക് ഉപകാരിയായ ഫലം തീരുന്നു. നമ്മുടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-23 വരെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നോ അത് അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്നത്, പലരും യഹോവയോട് പറയുന്നത് ദൈവമേ ദൈവമേ എന്നെ ഹേ പ്രഭു അല്ലെ ദൈവമേ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു. പക്ഷേ അങ്ങനെ വിളിച്ചതുകൊണ്ട് യഹോവ സന്തോഷിക്കുന്നില്ല. നേരെ മറിച്ച് യഹോവ സന്തോഷിക്കുന്നത് നീ ദൈവമേ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വചനപ്രകാരം നമ്മളെ 9 ഫലങ്ങൾ സൃഷ്ടിച്ച് നമ്മൾ ജീവിക്കുന്നവരാണോ എന്നുള്ളത് കൊണ്ട് യഹോവ നമ്മളെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യഹോവയ്ക്ക് താല്പര്യമുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യം അനുവാദമുള്ളൂ കയറാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആ വീതി കുറഞ്ഞ മാർഗത്തിൽ കൂടെ കയറാൻ അനുവാദമുള്ളൂ. അപ്പം നമ്മുടെ ഈ റിലീജിയസ് വേർഡുകൾ നമ്മൾ വെറും ഒരു അല്ലെങ്കിൽ അതൊരു മിറക്കിളായിട്ട് കണക്കാക്കാതെ നമ്മൾ അതിനെ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അത് ക്രമപ്പെടുത്തി ആരാധനയും പ്രാർത്ഥനയിലും നമ്മൾ ആക്കി തീർക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഉദാഹരണമായിട്ട് ഉപവാസം ഒത്തിരി നമ്മൾ വെക്കുന്നുണ്ട്. നമ്മൾ പക്ഷെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് വൈരാഗ്യം വയ്ക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപവാസം അല്ലെങ്കിൽ പ്രാർത്ഥന ആ ജീവിതം നമ്മുടെ ഒരു പൂർണ്ണതയിൽ വരുന്നില്ല. അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം യഹോവയുടെ ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമയുള്ളവരും നമ്മളിപ്പോൾ സ്നേഹമുള്ളവരും അതോടൊപ്പം തന്നെ ഒബീഡിയൻ്റായിട്ട് ജീവിക്കുന്നവരും ആയിരിക്കണം. വചനപ്രകാരം ഒബീഡിയൻ്റായിട്ട് ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭീതി കുറഞ്ഞ മാർഗത്തിൽ കൂടെ പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-27 വരെയുള്ളതിനും പഠിക്കുന്നത് ഇങ്ങനെ പറയാം. അതായത് പർവ്വതത്തിൻ്റെ അല്ലെ ഉറച്ച കല്ലിൻ്റെ മേളിൽ നമ്മൾ പാറക്കല്ലിൻ്റെ മേളിൽ നമ്മൾ വീട് വയ്ക്കാവുന്നതും നമ്മൾ ഉറച്ച വീട് വയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ
കാറ്റും കൊടുങ്കാറ്റും വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ അത് നശിച്ചു പോകുന്നില്ല. അത് നേരെ മറിച്ച് മണലിൻ്റെ മണ്ടയിൽ വെക്കുന്ന വീടുകൾ, ആ മണലിൻ്റെ മണ്ടയിൽ വീഴുന്ന വീടുകൾ കാറ്റും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും വരുമ്പോൾ അത് ആ വെള്ളത്തിൽ അങ്ങ് ഒഴുകിപ്പോകുന്നു. അപ്പോൾ ഇത് അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരെന്ന് പറയുന്നത് അവർ ഉറച്ച പാറമേൽ ആണ് അവർ വീട് വയ്ക്കുന്നത്. അവരുടെ വീട് ഉറച്ച പാറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരെയാണ് അവരെ ഉറച്ച കല്ല് എന്ന് പറയപ്പെടുന്നത്. അതേസമയം മണൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നില്ല, നമ്മൾ അതിനെ പാലിക്കുന്നില്ല. കേൾക്കുന്നു, പാലിക്കുന്നില്ല. അങ്ങനെയുള്ളവരെയാണ് മണൽ എന്ന് പറയപ്പെടുന്നത്. ജീവൻ്റെ ഒത്തിരിയും ഓളങ്ങൾ വരുന്നുണ്ട്. ആ ഓളങ്ങൾ ദുഃഖത്തിൽ കൂടായിരിക്കാം, പരീക്ഷയിൽ കൂടായിരിക്കാം, വലിയ വലിയ ക്രൈസിസ് കൊണ്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാകാം, പല രീതിക്കുള്ള ഓളങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ആ വരുമ്പോൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ആ സമയത്ത് ഉറച്ച് നമ്മൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയപരമായ പർവ്വതത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു പ്രയാസവും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് പ്രയാസഘട്ടത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ അത് വചനത്തിൻ്റെ ജീവനിലേക്ക് നമ്മളെ തന്നെ പകർത്തിയെടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ ഉറച്ചു പോയത്. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് നമുക്ക് ചോദ്യം ചോദിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ, ഈ പർവ്വതത്തിൻ്റെ ഉപദേശം യേശു ക്രിസ്തു തന്നതിന് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് രണ്ട് മാർഗം വേണോ, അതോ ഒരു മാർഗത്തിൽ കൂടെ നമ്മുടെ വൈദ്യുതി ഉറങ്ങ മാർഗത്തിൽ വേണോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. രണ്ടാമത്, രണ്ട് വൃക്ഷം വേണോ? നമുക്ക് യഥാർത്ഥ ഫലം കഴിക്കുന്ന ആത്മാവിൻ്റെ 9 ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷം മതിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, രണ്ട് രീതിയിലുള്ള ആൾക്കാർ വേണോ? അതായത് ബുദ്ധിമാനായിട്ടുള്ളവനും ബുദ്ധിഹീനനായിട്ടുള്ള, അത് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വചനപ്രകാരം ജീവിക്കുന്നവൻ മാത്രമേ ബുദ്ധിമാനായിട്ടുള്ളൂ. നാലാമത് നമുക്ക് ചിന്തിക്കേണ്ടത്, രണ്ട് ഫൗണ്ടേഷൻ വേണോ? അതായത് ഒന്ന് പർവ്വതത്തിൻ്റെ മേളിലും അല്ലെങ്കിൽ ഉറച്ച മണ്ണിൻ്റെ മേളിലും, ഒന്ന് മണലിൻ്റെ മണ്ടയിലും നിൽക്കുന്ന വീട് വേണം. ഇതിൽ രണ്ടിൽ നമുക്ക് നിൽക്കാൻ പാടില്ല. നമ്മൾ നിൽക്കേണ്ടത് ഉറച്ച പർവ്വതത്തിൻ്റെ മേളിൽ നിൽക്കണോ വേണ്ടായോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ദിവസമാണ്. ഈ നോയമ്പിൻ്റെ 4ാം ഘട്ടത്തിൽ നമുക്കിതൊക്കെ ഇന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ന് നമ്മൾ ഈ സന്ദേശത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്കിന്ന് തിരഞ്ഞെടുക്കേണ്ടത് എന്താണ്? തിരഞ്ഞെടുക്കേണ്ടത് വീതി കുറഞ്ഞ മാർഗങ്ങൾ, സത്യത്തിൻ്റെ മാർഗങ്ങൾ. അതാണ് നമുക്കിന്ന് പറയുന്നത്. ജീവൻ്റെ ഫലം നമുക്കിന്ന് അതായത് സത്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പ്രകടമാകുന്ന ആത്മാവിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ വെറും കേൾക്കുക മാത്രമല്ല, അതിനെ പാലിക്കുകയും കൂടെ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്ന് നമുക്കതിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. വചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസം ഘട്ടത്തിലും നമ്മൾ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കും എന്നുള്ള നമുക്ക് വിശ്വാസം നമുക്കുണ്ടാകണം. ഈ ഉപവാസ അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക, ആത്മപരീക്ഷണം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. മനസ്സിൽ എത്രമാത്രം പരിവർത്തനം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഞാൻ വീതി കൂടിയ മാർഗത്തിൽ കൂടെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കള്ളത്തരത്തിലും മോശത്തരത്തിലും ഞാൻ അസൂയയിലും മറ്റുള്ളവർക്ക് പാരവെച്ചും എൻ്റെ ജീവിതത്തിലെ ഞാൻ നയിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്ന് ആത്മപരീക്ഷണത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ഫലം ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ആത്മാവിൻ്റെ 9 ഗുണങ്ങൾ എൻ്റെ ആത്മാവിലുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത്, നമ്മളെ ബാഹ്യമായിട്ടാണോ നമ്മൾ പരിവർത്തനം ചെയ്തിരിക്കുന്നത്, അതോ ആന്തരികമായ പരിവർത്തനമാണോ ഈ ഉപവാസ സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്യണം. വെറും ഉപവാസം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ ഈ ഉപവാസം നമ്മുടെ ഹൃദയത്തിനെ പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ പരിവർത്തനം ചെയ്യുന്നവർക്ക് ക്ഷമയുണ്ടായിരിക്കും, സ്നേഹമുണ്ടായിരിക്കും, ദയ നമ്മൾ കാണിക്കും. ഈ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉപവാസത്തിന് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. മൂന്നാമതായിട്ട്, നമുക്ക് ഉറച്ച ഫൗണ്ടേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉറച്ച ഫൗണ്ടേഷൻ ഉണ്ടോ? എല്ലാ ദിവസവും നമ്മൾ വചനം പഠിക്കുന്നുണ്ടോ? അതിനനുസരിച്ച് നമ്മൾ പാലനം ചെയ്യുന്നുണ്ടോ? അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമ്മളെ ക്രമപ്പെടുത്തുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ നയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കാണാം. പ്രാർത്ഥനയും നമ്മുടെ പേഷ്യൻസും
കൊണ്ടാണ് നമ്മുടെ ആത്മീയ ആത്മീയ പർവ്വതത്തിൻ്റെ ജീവിതം നമ്മൾ ഉണ്ടാക്കുന്നത്. ആത്മീയപരമായ ഉറച്ച കട്ടിയുള്ള പാറ ഉണ്ടാകുന്നത് നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ പേഷ്യൻസിൽ കൂടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിവർത്തനം ചെയ്യേണ്ടത്, ഈ ആത്മചിന്തനം ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ പല ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വചനത്തിൻ്റെ പ്രയോഗം അല്ലെങ്കിൽ പരീക്ഷയുടെ സങ്കടത്തിൻ്റെയും പ്രയാസഘട്ടത്തിൻ്റെയും ഒക്കെ നമ്മൾ ജീവിതത്തിൽ ജീവിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ആത്മീയ കല്ലിൽ മേൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ആ വിശ്വാസത്തിൽ കൂടി നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. നൈതികമായിട്ട് നമുക്ക് ക്യാരക്ടർപരമായിട്ട് നമ്മുടെ കൾച്ചർപരമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വീതി കുറഞ്ഞ മാർഗത്തിൽ കൂടെ നമ്മൾ പോകാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ആത്മീയപരമായ സ്പിരിച്വൽ ജീവിതം നമ്മുടെ വളരത്തുള്ളൂ. ഇത് ഒരു വാക്കായിട്ട് മാറ്റാതെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിറ്റ്നസ്സാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ സമാജത്തിൽ നമ്മൾ അത് വിറ്റ്നസ് കൊടുക്കത്തക്ക രീതിയിലായിത്തീരണം. ഇത് നമ്മുടെ മേളിൽ പറഞ്ഞ ഈ വചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളെ നമ്മളെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നു. നമ്മളെ ചലഞ്ച് ചെയ്യുന്നു. എന്താണ് നമ്മളെ ചലഞ്ച് ചെയ്യുന്നത്? സത്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുവീൻ, നിങ്ങൾ സത്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുവീൻ, നീതിയുടെ മാർഗം തിരഞ്ഞെടുക്കുവീൻ എന്ന് നമ്മളെ ചലഞ്ച് ചെയ്യുന്നു, നമ്മളെ ആഹ്വാനം ചെയ്യുവാണ്. ആ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം എന്താണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് അതിനെ നമ്മൾ എക്സാമിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള ഫലം എന്താണെന്നുള്ളത് പരിശോധിക്കണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് നമ്മൾ കേൾക്കുന്ന ഇതിൻ്റെ അകത്ത് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്, നമ്മൾ കേൾക്കുക, പക്ഷേ ആ വചനം കേൾക്കുക, അത് പാലനം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ആസിറ്റീസ് നമുക്ക് അതിനെ അനുകരിക്കുക എന്നാണ് നമ്മളെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് യേശു മശിയുടെ ജീവിതത്തിൽ കൂടി നയിക്കുമ്പോൾ നമ്മുടെ ആത്മീയപരമായ ജീവിതം ഉറച്ച പാറമായാൽ നമ്മൾ നിൽക്കുന്ന പോലെ നമ്മുടെ ആത്മീയ പാറ, നമ്മുടെ ജീവിതത്തിൻ്റെ പാറ, നമ്മുടെ ആത്മീയ വിശ്വാസം നമ്മൾ ഉറച്ച പാറ പോലായിരിക്കണം. അതിലാണ് നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഉപവാസത്തിൻ്റെ 4-ാം ഘട്ടത്തിൽ നമുക്ക് പ്രയോജനപ്പെടത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അത് രക്ഷപ്പെടത്തുള്ളൂ. നമ്മൾക്ക് ആത്മീയപരമായ ജീവിതത്തിൽ കൂടെ നമ്മുടെ കുടുംബത്തിലും നമുക്കും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ എന്ന് നമുക്കിത് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഓർത്തുകൊണ്ട് ഞാൻ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലസ് ടു ഓൾ. നമസ്കാരം.